മിനിസ്റ്റർ എ കെ ശശീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ മട്ടന്നൂർ മിനിസ്റ്റർ, ദാരുണമായ സംഭവം വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. കോതമംഗലത്ത് നിന്നും ജീവൻ നഷ്ടപ്പെട്ടത് ഒരു കൂലിപ്പണിക്കാരനാണ്. അവിടെ ഫെൻസിംഗ് പ്രവർത്തിച്ചിരുന്നില്ല, വഴിവിളക്കും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ നാട്ടുകാർ വളരെ ശക്തമായ പ്രതിഷേധത്തിലാണ്. മിനിസ്റ്റർ എ കെ ശശീന്ദ്രൻ, അവിടെ ഇന്ന് കുട്ടമ്പുഴ ഭാഗത്തുണ്ടായിട്ടുള്ള അതിദാരുണമായ സംഭവത്തിൽ ഞാൻ അതിയായ ഖേദം രേഖപ്പെടുത്തുകയാണ് ആദ്യമായി ചെയ്യുന്നത്. ഇത് അവിടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഇതിനകം തന്നെ കൊടുത്തു കഴിഞ്ഞിട്ടുള്ളതാണ്. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുള്ളതുമാണ്. കഴിഞ്ഞ ദിവസവും ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ച് പണി പെട്ടെന്ന് ആരംഭിക്കാൻ പറഞ്ഞിരുന്നു. അത് ആരംഭിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് പ്രത്യേകമായി അന്വേഷിക്കും. നാട്ടുകാരുടെ ആശങ്ക ന്യായമാണ്. ആ ആശങ്കകൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടികളാണ് സ്വീകരിക്കേണ്ടത്. വനം വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥന്മാരോട് ആ കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർമാരുമായി ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മിനിസ്റ്റർ, ഇന്നലെ ആനയുടെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഞങ്ങളുടെ ജീപ്പിന് ഡീസൽ അടിക്കാൻ കാശില്ല എന്നാണ്. റിപ്പോർട്ടുകളൊക്കെ അനുമാനങ്ങളാണല്ലോ, പക്ഷെ നമ്മളിപ്പോ യാഥാർത്ഥ്യമായാണല്ലോ പൊരുത്തപ്പെടേണ്ടത്. അല്ല മിനിസ്റ്റർ, ഇത് അനുമാനമല്ല. അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞതാണ് ഡീസൽ ഇല്ല എന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അവിടുത്തെ ഫെൻസിംഗ് പ്രവർത്തനക്ഷമമല്ല, അവിടുത്തെ വഴിവിളക്കുകൾ പ്രവർത്തനക്ഷമമല്ല. മിനിസ്റ്റർ അവർ പറഞ്ഞതായിരിക്കും. ഏതായാലും ആന അവിടെ ഉണ്ടായല്ലോ. അപ്പൊ അവിടേക്കൊന്ന് പോകുമോ മിനിസ്റ്റർ? അവിടെ സംഭവിച്ചു കഴിഞ്ഞൊരു കാര്യം പിന്നെ നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമുണ്ടോ? ഈ സംഭവങ്ങൾ തുടരാൻ അനുവദിക്കാൻ കഴിയില്ല. ഇപ്പൊ അതൊരു വസ്തുതയാണ്. ആന അവിടെ ഉണ്ട് എന്നതും അതിന്റെ ഫലമായി ഒരു ആൾക്ക് ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നതെന്നുള്ള വസ്തുതയാണ്. ആ വസ്തുതയോട് ക്രിയാത്മകമായി ഉള്ള നടപടികൾ സ്വീകരിച്ച് പരിഹാരം കാണാനാണ് ശ്രമിക്കുന്നത്. അവരുടെ ആശങ്കകൾ ന്യായമാണ്. അവരുടെ ആശങ്കകൾ ന്യായമാണ്. ആ ആശങ്കകൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ ആരംഭിക്കുന്നതാണ്. ആ വനവേലി പ്രവർത്തിക്കാതായിട്ട് കുറച്ച് ദിവസങ്ങളായി മിനിസ്റ്റർ. തീർച്ചയായിട്ടും അത് പെട്ടെന്നുള്ള, ഞാൻ പറഞ്ഞില്ല, ഒരു വിശദമായ റിപ്പോർട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള നടപടികൾ പെട്ടെന്ന് തന്നെ ആരംഭിക്കും. അതിന്റെ മറ്റു തരത്തിലുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ പോരായ്മയുണ്ടെങ്കിൽ ജില്ലാ കളക്ടർമാരുമായി ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എൽദോസിന്റെ മൃതശരീരം അവിടെ നിന്ന് നീക്കാൻ അനുവദിച്ചിട്ടില്ല നാട്ടുകാർ. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ്. അപ്പോൾ കൂടുതൽ ഉദ്യോഗസ്ഥരെ അങ്ങോട്ട് അയക്കുമോ? അല്ല, അതാണ് അവരെ സംസാരിക്കാൻ പറ്റുക. ന്യൂസുകാരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. എന്റെ കോളങ്ങ് പോവുകയാണ്. ശരി, ഓക്കെ, താങ്ക് യു. ശ്രീ മിനിസ്റ്റർ എ കെ ശശീന്ദ്രനാണ്. ടെൻഡർ നടപടികൾ നേരത്തെ തുടങ്ങിയതാണെന്നാണ് പറയുന്നത്. അനുശോചനം അറിയിക്കുകയാണ്. എ കെ ശശീന്ദ്രൻ ക്രിയാത്മകമായ മാർഗം സ്വീകരിക്കുമെന്ന് പറയുന്നു. ക്രിയാത്മകമായ മാർഗം നേരത്തെ സ്വീകരിച്ചിരുന്നെങ്കിൽ ആ ഫെൻസിംഗ് പ്രവർത്തനക്ഷമമാകുമായിരുന്നു, വഴിവിളക്കുകൾ കത്തുമായിരുന്നു, എൽദോസിന് ജീവൻ നഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു. ഇരുട്ടത്തെ 1 കിലോമീറ്റർ ദൂരം വനത്തിലൂടെ സഞ്ചരിച്ചാണ് ഈ എൽദോസിനെ പോലുള്ളവർക്ക് 60ഓളം കുടുംബങ്ങൾക്ക് കിണാച്ചേരി എന്ന് പറയുന്നൊരു ഗ്രാമത്തിലെത്തേണ്ടത്. ഇപ്പോൾ ഉരുളൻതണ്ണിയിൽ നടന്ന ഒരു കൊലപാതകം ആന ചവിട്ടിക്കൊന്നിരിക്കുകയാണ്. ഈ എൽദോസ് എന്നൊരു കൂലിപ്പണിക്കാരനാണ് അദ്ദേഹം. ഇപ്പോൾ